കാണണം. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. തുണി പൊക്കി കാണിച്ചു, വൈറലാകാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞു. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. ഫ്രണ്ട്ഷിപ്പിന്റെ പേര് ഒന്ന് കാണിച്ചതാ, വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട്ഷിപ്പിന്റെ പേര് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അതെനിക്ക് ഇത്ര വലിയ പ്രശ്നമാക്കാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ശ്രീലക്ഷ്മി ചോദിക്കുന്നത്. വീണ്ടും ജാസിയുടെ ഡിങ്കോ പ്രശ്നമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സമയമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ, വലിയ കാര്യമൊന്നുമില്ല. ഒരു ഫൺ വീഡിയോ ആയിട്ട് കാണുന്നവർ മാത്രം കണ്ടാൽ മതി. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതാണ്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെയുള്ള ഈ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമുക്ക് നേരെ വീഡിയോയിലിട്ടോ, കൂടുതൽ ലാഗ് ഞാൻ കുളവാക്കുന്നില്ല. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പൊന്നുസഖി എന്തിനോ പിണ്ണൊക്കെ മുന്നോട്ട് എന്തിനോ ജാസിയുടെ വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ജാസിയുടെ സർജറിയാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ജാസി എടുത്ത് കളഞ്ഞോ അതോ ജാസിക്കുണ്ടോ? ഇതാണ് ഇപ്പൊ പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. എൻ്റെ പൊന്നെണ്ണ, ഇതിപ്പോ ഭയങ്കര ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ജാസി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഗബ്രിണിയാണ് എന്ന് പറഞ്ഞൊരു സാധനം നടത്തുന്നുണ്ടായിരുന്നു. മീഡിയക്കാരെ കണ്ട അപ്പോഴേ ലോലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ വെറും പ്രഹസനം. ഉടനെ ഛർദ്ദിക്കാൻ വരുന്നു, വൊമിറ്റ് ചെയ്യാൻ വരുന്നു. ആ പ്രഹസനം നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് എടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കുന്നു. അതിലേക്ക് നമുക്ക് വരാം. രണ്ടാമത്തെ പ്രഹസനം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി. ഇതെനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് ഈ സാധനം. പുള്ളിക്കാരൻ എന്ന് പറയുമോ പുള്ളിക്കാരി എന്ന് പറയുമോ? നിങ്ങൾ കമന്റ് ഇട്ട്. എന്തായാലും ജാസി സർജറി ചെയ്തു, പുരുഷനിൽ നിന്നും സ്ത്രീയായിട്ട് മാറി. ഇനി കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ വാവ് ഞാനൊരു സ്ത്രീയായി മാറിയിരിക്കുന്നു എന്നൊരു സാധനം വരും എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ജാസി ഈ സർജറി നടത്തിയത്. പക്ഷെ ഇത് എന്തൊരു സർജറിയാന്ന് പുറത്തുവിടാൻ പറയാൻ പറ്റത്തില്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ തുണി പൊക്കി കാണിക്കും. ഇതാണ് സാധനം. കാണിച്ചു, ഹെലനോസ്പാർട്ടെ തുണി പൊക്കി കാണിച്ചു. ഹെലനോസ്പാർട്ട് വന്ന് പുള്ളിക്കാരന്റെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും മുത്തിയുടെ മുത്തിക്ക് 7 തലമുറയ്ക്കും വിളിച്ചു തറി. വളരെ നല്ല കാര്യം. ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും ഇപ്പൊ സംഭവം എന്ന് വെച്ചാൽ ശ്രീലക്ഷ്മി ജാസിയെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഈ ശ്രീലക്ഷ്മി ആരാ നിങ്ങൾക്ക് അറിയോ? അതായത് അലൻ ജോസ് പെരേര ബിഗ് ബോസിലോട്ടൊക്കെ പോകുമ്പോൾ അലൻ ജോസ് പെരേര കിടിലുവാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അലൻ ജോസ് പെരേരെ കെട്ടിയെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്നോട് ചോദിച്ചു, അപ്പോൾ ഞാനങ്ങ് സമ്മതിച്ചു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പിന്നീട് അതൊരു ഷൂട്ടാണെന്ന് പറഞ്ഞ ടീമാണ് ഈ ശ്രീലക്ഷ്മി. അതായത് കള്ളത്തരത്തിന്റെ എന്ന് കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരി ബാക്കി ഇത്തരം അങ്ങ് പറഞ്ഞോളും. ആ ഒരു ടീമാണ് ഈ ശ്രീലക്ഷ്മി. സമൂഹത്തിൽ ആർക്കെതിരെയാണോ അലിഗേഷൻ വരിക, അതായത് ഒരു ലേഡി രാഹുൽ ഈശ്വറാണ് ഈ ശ്രീലക്ഷ്മി. രേണുവിനെ കുറ്റം പറയാണ്. അപ്പോൾ രേണു ചെയ്ത തെണ്ടിത്തരമാണെങ്കിൽ പോലും രേണുവിനെ സപ്പോർട്ട് ചെയ്യുക. അതാണ് ശ്രീലക്ഷ്മിയുടെ മെയിൻ. ജാസി കാണിച്ചത് തോന്നിവാസമാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ശ്രീലക്ഷ്മിയുടെ മെയിൻ പരിപാടി. ശ്രീലക്ഷ്മി പറയുന്ന മഹത്തരമായ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം സുഹൃത്തുക്കളെ. ഒരിക്കലും ഫേക്ക് അല്ല. കാരണം ജാസിയുടെ കൂടെ ജാസിയെ സർജറിക്ക് കയറ്റുമ്പോഴും ഞാൻ കൂടെ നിപ്പുണ്ട്. ഓ ജാസി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഒരു ലേഡി ഫ്രണ്ട് എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടിനുണ്ടായിരുന്നു. ദിദാണ് ഫ്രണ്ട്, ദിവരാണ് ജാസിയുടെ സർജറിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിന്നു. അല്ല, അത് വേറെ എന്തോ സർജറി കേട്ടോ, എന്തൊരു സർജറി എനിക്കറിയില്ല. ജാസിയുടെ സർജറി നടക്കുന്ന സമയത്ത് അതിന് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ അതായത് പ്രസവ വാർഡിന്റെ പുറത്ത് ഈ ഭർത്താക്കന്മാര് ഡെലിവറി നോക്കിയിരിക്കുന്ന പോലെ ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ ശ്രീലക്ഷ്മി. മനസ്സിലായോ? അത്രയ്ക്ക് സപ്പോർട്ടാണത്. സപ്പോർട്ടൊന്നും കുഴപ്പമൊന്നും. ഈ നിമിഷം വരെയും ജാസിയുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് ജാസി. ആരിനി അങ്ങനെ പറഞ്ഞാലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനാണ് ജാസിയുടെ കൂടെ ആദ്യം മുതൽ ഇനി ഈ നിമിഷം വരെ ഉണ്ടായിരുന്നത്. കുറച്ച് മുമ്പ് ജാസി എടുത്ത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അപ്പൊ ആ നിമിഷം വരെ കൂടെ നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. സർജറി ചെയ്തത് തന്നെയാണ്. സർജറി ചെയ്തത് തന്നെയാണ്. അതിനകത്തൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഒറ്റ ചോദ്യമുള്ളൂ, ഇത് എന്തൊരു സർജറിയാണ് പുള്ളി ചെയ്തത്? ജാസി എന്ത് സർജറിയാണ് ചെയ്തത്? ഈ ഒരു ചോദ്യത്തിന് മാത്രം നിങ്ങൾക്ക് ആർക്കും ഉത്തരവില്ല. ജാസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഒരു സ്ത്രീയോട് പോയി വെർജിൻ ആണോ എന്ന് ചോദിക്കുന്ന പോലെയല്ലേ ഒരു ട്രാൻസിനോട് പോയി സർജറി കഴിഞ്ഞെന്ന് ചോദിക്കുന്നത്. അതൊക്കെ വല്ലാത്ത ആശയങ്ങളാണ് കേട്ടോ. അതായത് ഞാൻ സർജറി ചെയ്യാൻ പോവാണ്, ഞാൻ സർജറി ചെയ്തു, സ്ത്രീയിലേക്കുള്ള എൻ്റെ യാത്രയുടെ ദൂരം ഞാനിവിടെ വെട്ടിച്ചുരുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് സർജറി ചെയ്തെന്ന് ചോദിക്കുന്നു. ഒരു പെണ്ണിൻ്റെ അടുത്ത് നീ പോയി വെർജിൻ ആണെന്ന് ചോദിക്കുക എന്ന് പറയുന്ന പോലെയാണ്. ഒരു സ്ത്രീ വന്നിട്ട് ഞാൻ വെർജിൻ അല്ല കേട്ടോ, ഞാൻ അവൻ്റെ കൂടെ ഓയിൽ പോയി റൂം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനോട് പോയി
എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ആരുടെ എന്നോട് ചോദിക്കാൻ എന്ന് പറയുന്നൊരു സെറ്റപ്പാണ് നിങ്ങൾ ഈ കാണിച്ചു വെച്ചേക്കുന്നത്, നിങ്ങൾ ഈ ജാസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ശ്രീലക്ഷ്മി പറയുന്ന ബാക്കിയോടെ കേൾക്കാം. കുട്ടിക്ക് ജന്മം നൽകുന്നു പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല ജാസി ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു ജാസി എങ്ങും പറഞ്ഞിട്ടില്ല. ജാസി ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ജാസി ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ജാസി അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ജാസി എന്താ പറഞ്ഞത് പറ. ജാസി ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു ജാസി എങ്ങും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ജന്മം നൽകാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോ ജാസി നാളെ ഒരു കുഞ്ഞിനെ ഇല്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരാള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ജന്മം നൽകുന്നില്ല. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വയറ്റിലിട്ട് എന്താ നിങ്ങളെ പറയണ്ട ഞാൻ. ജാസി ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ജാസി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് വയറ്റിൽ നിന്ന് കുഞ്ഞിന് ജന്മം നൽകല്ലേ എന്താ ചെയ്യുന്നത്? അതിനകത്ത് മറ്റേ ഈ ബിൽഡിംഗ് ഒക്കെ പണിഞ്ഞ് സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി വയറ്റിനകത്ത് തന്നെ കുട്ടീനെ അങ്ങ് പാർപ്പിക്കണോ? നമ്മൾ പുറത്തോട്ട് ജന്മം നൽകുന്നില്ലോ അകത്ത്. നിങ്ങൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും ലോജിക് ഉണ്ടോ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? ജാസി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കുഞ്ഞിന് ജന്മം നൽകാൻ ഇതെങ്ങനെ, ഗർഭം എങ്ങനെ ഉണ്ടായി? അതൊന്ന് ആ ഒരു പ്രൊസീജിയർ എങ്കിലും ഒന്ന് പറയാമോ? എന്റെ ദൈവം, ഇനി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ചു തുണി വിളിക്കണേ. ജാസി പ്രഗ്നന്റ് ആണ്, അത്രേ ഉള്ളൂ. ഇല്ല. ചിലപ്പോ ജാസി നാളെ ഒരു കുഞ്ഞിനെ എവിടെന്നേലും എടുത്തു വളർത്താനായിരിക്കും. അങ്ങനെ പല തീരുമാനങ്ങൾ കാണും ജാസിക്ക്. പ്രഗ്നന്റ് ആണെങ്കിൽ, അതായത് ജാസിയുടെ വയറ്റിൽ പ്രഗ്നന്റ് ആവുന്നു. ജാസിയുടെ വയറ്റിൽ പ്രഗ്നന്റ് ആവുന്ന കുട്ടി ഇവിടുന്ന് ഒരു പൈപ്പ് ഇട്ട് നേരെ ഏതെങ്കിലും ഓർഫണേജിലേക്ക് പോകുന്നു. അവിടെ പോയി ആ കൊച്ചിനെ വിളിച്ചോണ്ട് വരുന്നു. അതാണ് വയറ്റിൽ നിന്ന് ഗർഭിണിയായി, പക്ഷെ ഞാൻ ജന്മം നൽകിയില്ല, ഞാൻ അവിടുന്ന് പോയി അഡോപ്റ്റ് ചെയ്തു. ഇതാണ് സാധനം. ഈ അഡോപ്ഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ കാര്യമാണെന്നറിയോ? ആ പോകുന്ന മാതാപിതാക്കൾ എങ്ങനെയുള്ളതായിരിക്കണം, അവരുടെ ഒരു ജീവിതം മാറുമോ ഇല്ലയോ എന്നൊക്കെ അറിയിക്കണം, അവർക്കൊരു ലൈഫ് നന്നാക്കാൻ പറ്റണം. ഈ ഒത്തിരി കാര്യങ്ങളുള്ള സാധനമാണ് ഈ അഡോപ്ഷൻ എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഗർഭിണിയാകുക എന്ന് പറയുന്നത് അത് ആകാൻ സാധിക്കാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ വിഷമിച്ച് ബുദ്ധിമുട്ട് നിൽക്കുന്നുണ്ട്. ഇവർക്കിതെല്ലാം ഫണ്ണാണ്, ഫുൾ ഫൺ മൂഡാണ് ഇവർക്കെല്ലാം. ബാക്കിയേക്കാം തുണി പൊക്കി കാണിച്ചു, വൈറലാകാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞു. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. അച്ചോടാ, ആ ഹെലനെ വിളിച്ചിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേര് ഒന്ന് കാണിച്ചതാ. ഫ്രണ്ട്ഷിപ്പിന്റെ പേര് ജാസിയായിട്ട് എത്ര ഫ്രണ്ട്സ്, ജാസിയായിട്ട് ഫ്രണ്ട്ഷിപ്പുള്ള എത്ര പേരെ ജാസി തുണി പൊക്കി കാണിച്ചു? അതാണ് എൻ്റെ ചോദ്യം. അപ്പൊ ഇവരെ കാണിച്ച് ഇവരത് കണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലാതെ ബാക്കി ഫ്രണ്ട്സ് ആയിട്ടുള്ളവരെല്ലാം ജാസി കാണിക്കും. ആദ്യം ജാസി പറഞ്ഞത് ഞാൻ കാണിക്കാം. ആദ്യം ജാസി പറഞ്ഞ് കാണിക്കാം. ആൾക്കാർക്ക് ഞാൻ എന്നോട് ചോദിക്കുക, ജാസി എന്താണ് ജാസി സർജറി ചെയ്തത് ഞങ്ങൾ കാണണം. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ആ ഒരു മില്ലിയൻ അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. മില്യൻ അടിച്ച ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു എന്നാണ് ജാസി പറയുന്നത്. എന്തുകൊണ്ട്? റീച്ചിന് വേണ്ടി തന്നെ കാണിച്ചു കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ ഒരു എത്രയോ പേര് വിമർശിച്ചു, ആരെയും കാണിക്കാതെ ഹെലനെ മാത്രം കാണിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ്? റീച്ചിന് വേണ്ടി, മില്യൻ അടിച്ച പെൺകുട്ടി ആയതുകൊണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ ശ്രീലക്ഷ്മി ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. ജാസി എത്ര ഫ്രണ്ട്സിനെ കാണിച്ചു? ജാസിയുടെ ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് ഒക്കെ നമ്മൾ എടുക്കാം. ബാക്കിയൊക്കെ തുണി പൊക്കി കാണിച്ചു, വൈറലാകാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞു. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. നമ്മുടെ സമൂഹം പച്ചയ്ക്ക് മനുഷ്യരെ തിന്നുന്ന സമൂഹമാണ്. ആരും ഒന്നും അംഗീകരിക്കില്ല. ഈ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി 2020 മുതൽ ജാസിയുടെ ഫ്രണ്ടാണ്. ആയതിനാൽ 2020 മുതൽ ഹെലൻ ജാസിയുടെ ഫ്രണ്ടാണ്. ആയതിനാൽ തുണി ഊരി കാണിക്കാമോ? അത്ര ഉള്ള എൻ്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ 2020 മുതൽ ജാസിയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവരെയും ജാസി ഈ പറയുന്ന പ്രക്രിയ കാണിച്ചിട്ടുണ്ടോ? ഹെലനെ മാത്രമല്ലേ കാണിച്ചുള്ളൂ? അത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് ഇവര് പറയുന്നത്. എന്തിന്റെ പേരിലാണ് നമുക്ക് വരാം. 2020 മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും കോള് വിളിക്കുകയും പരസ്പരം അവർ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന രണ്ടാൾക്കാരാണ്. ജാസിക്ക് മെസ്സേജ് അയച്ചവരും ജാസിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിച്ചവരും എല്ലാവരും സൂക്ഷിച്ചു. നിങ്ങൾക്കെല്ലാം ഈ ഒരു പ്രോസസ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രക്രിയ സൗജന്യമായി കാണാനുള്ളൊരു സൗകര്യം ജാസി ഒരുക്കുന്നതായിരിക്കും. നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ഇപ്പൊ എന്നെ പോലെ തന്നെ. അപ്പൊ ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീര ഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിനു ശേഷം ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ഡ്രസ്സ് മാറി എടുക്കുന്നത്. അപ്പൊ ഞാൻ കാണുന്നുണ്ട് അത്. അപ്പൊ എന്നെ കാണിച്ചു തരുന്നില്ല. ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത്. അപ്പോൾ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു, അതുപോലെയാണ് എന്നേക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി. 2020 മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. ശരി, എങ്കിൽ നിങ്ങൾ പറയൂ, ജാസി എന്തൊരു സർജറിയാണ് ചെയ്തത്?
ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പുകയായിട്ട് നടക്കുന്ന ഒരു കാര്യം, കുറെ പേര് പറയുന്നു ജാസി ബ്രസ്റ്റ് സർജറി ചെയ്തതെന്ന്, കുറെ പേര് പറയുന്നു ജാസി ബോട്ടം സർജറി ചെയ്തതെന്ന്. പക്ഷേ ശ്രീലക്ഷ്മി കൂടുതൽ കണ്ടാളാ, ശ്രീലക്ഷ്മിക്ക് അറിയാം എന്ത് സർജറി ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ആക്ഷൻ കാണിക്കുന്നെങ്കിലും പക്ഷെ എന്ത് സർജറി എന്ന് നമ്മൾ പറയൂല കേട്ടോ. അത് ഹെലനെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുറന്നു കാണിക്കും, അത്രേ ഉള്ളൂ. അത് ഹെലൻ റീച്ചിന് വേണ്ടി ചെയ്തതാണെന്നാണ് പറയുന്നത്. ആർക്കാണ് റീച്ച് വേണ്ടതെന്ന് പറഞ്ഞെന്നുള്ളത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ, നിങ്ങൾ കണ്ടു. കാരണം ഇവരൊക്കെ അക്കൗണ്ടിൽ എൻ്റെ ഒരു വീഡിയോസ് വരുമ്പോൾ എനിക്ക് അത്രത്തോളം പ്രൊമോഷൻ അല്ലേ, ഒരു നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നെ ചർച്ച ചെയ്യുന്നു. നെഗറ്റീവോ പോസിറ്റീവോ ഇവരുടെയൊക്കെ ചാനലിൽ എന്നെക്കുറിച്ചൊരു വീഡിയോ വരുമ്പോൾ എനിക്കതൊരു പ്രൊമോഷൻ അല്ലേ. അപ്പൊ പ്രൊമോഷന് വേണ്ടി നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കും എന്നൊരു ധ്വനിയും കൂടെ അതിനകത്ത് വരുന്നില്ലേ? വരുന്നുണ്ട്. ബാക്കിയേക്കാം നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നെ ചർച്ച ചെയ്യുന്നു, എന്നെ കൊണ്ട് വീഡിയോ ചെയ്യുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾ ഇനിയും വീഡിയോ ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്. ഓഫ്കോഴ്സ് നമ്മൾ ഇനിയും വീഡിയോ ചെയ്യും. ഞാൻ കഴിഞ്ഞ തവണ പേര് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു, ബൈജു ചേട്ടൻ. നമ്മുടെ അനന്തുവിന്റെ ഭാഷയിൽ പറഞ്ഞ ചുക്കമണി ഇൻവെസ്റ്റിഗേറ്റർ ബൈജു ചേട്ടൻ പറഞ്ഞ വീഡിയോ ചെയ്യുന്നു. വിവിഹിയർ ചന്നാബിന്റെ വീഡിയോ ചെയ്യുന്നു. ലൈഫ് ഓഫ് അനന്തു മാക്കാമൂക്കും വീഡിയോ ചെയ്യുന്നു. ഞാൻ കണാ വീഡിയോ ചെയ്യുന്നു. ഇഷ്ടംപോലെ റീച്ച് എടുത്തോ. ഹെലനി ചെയ്യുന്ന അറിയത്തില്ല, ഹെലനി ചെയ്യാതിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നമ്മുടെ ഫ്രണ്ട് ന്യായീകരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഒരു മര്യാദക്കുള്ള ന്യായീകരണമൊക്കെ ന്യായീകരിക്കണം. ഒരു ഫ്രണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു, അത്രേ ഉള്ളൂ. ഫ്രണ്ടായിട്ട് കാണിച്ചു. ന്യായീകരണം നമ്പർ 1. ന്യായീകരണം നമ്പർ 2, അവള് ഒരു കുഞ്ഞിന് ജന്മം നൽകുമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഗർഭിണിയായിട്ടുള്ള ഒരു ജന്മം നൽകാതെ പിന്നെ എന്ത് ചെയ്യുന്നത്? വയറ്റിലിട്ട് അബോർഷന്റെ ഒരു ഇത് ഹോസ്പിറ്റലിൽ സെറ്റ് ചെയ്തേക്കുവാണോ? എനിക്കറിയാൻ പാടില്ല. സ്ത്രീകളായിട്ടുള്ള നിങ്ങൾ തന്നെ സ്ത്രീകളെ അപമാനിക്കാതിരിക്കുക. എൻ്റെ ഒരു പുല്ലിൽ കാണിക്കുക. ഈ വിവരമില്ലാത്തതിനോടൊക്കെ ഞാൻ എന്ത് പറയുന്നത്? ശ്രീലക്ഷ്മിനൊന്നും എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തി മറ്റു